IBPS കലണ്ടറൊക്കെ ഔട്ട് ചെയ്തപ്പോൾ അതിലാദ്യം നടത്തുമെന്ന് പറഞ്ഞത് ആരുടെ എക്സാമാ? ഏത് എക്സാമാ? ഐഡിയ ഉണ്ടോ? മറന്നുപോയോ എല്ലാവരും? മറക്കാൻ പാടില്ല. സീരിയസ് ആയിട്ട് പഠിക്കുന്ന മക്കൾ എന്തായാലും ഓർത്തിരിക്കും. ഏതാണ്? IBPS RRB പ്രിലിമിനറി എക്സാമിനേഷനാണ് ആദ്യം നടക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് IBPS RRBയുടെ എക്സാംസ്, അത് ഓഫീസർ പോസ്റ്റ് ഉണ്ട്, ഓഫീസർ സ്കെയിൽ 1, അതേപോലെ എന്തുണ്ട്, ഓഫീസർ അസിസ്റ്റൻറ്റ്, അതാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എല്ലാ കുട്ടികൾക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റാം. അതിൻ്റെ പ്രിലിംസ് എങ്ങനെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം, അതെങ്ങനെ പഠിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് IBPS RRB ഓഫീസർ സ്കെയിൽ 1 PO എന്ന് വിളിക്കും, പ്രൊബേഷണറി ഓഫീസർ അല്ലേ. എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ ജോലി കിട്ടുക? 3 കടമ്പകൾ ചാടിക്കടക്കണം. പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം, ഇൻ്റർവ്യൂ പ്രോസസ്സ്. ആദ്യം പ്രിലിംസ് പാസ്സായാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെയിൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രിലിംസിൽ പഠിക്കാനുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ ഇംഗ്ലീഷ് ഇല്ല. എന്താണ്? ഫസ്റ്റ് ടയർ, അതായത് പ്രിലിംസിന് ഇംഗ്ലീഷ് ഇല്ല. IBPS RRB PO ഓഫീസർ സ്കെയിൽ 1 പ്രിലിംസ് എക്സാം പാറ്റേൺ 2025 എന്ന് പറയുമ്പോൾ ആദ്യം സെക്ഷൻസ് 2 ആൾക്കാരെ ഉള്ള, റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റിയും. 40 ക്വസ്റ്റ്യൻ റീസണിങ് ഉണ്ട്, 40 ക്വസ്റ്റ്യൻ QA ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. മാർക്സ് എത്രയാണ്? 40 ടോട്ടൽ 80. പക്ഷേ 25 മിനിറ്റാണ് റീസണിങ്ങിന്, 20 മിനിറ്റാണ് ഇൻഡിവിജ്വൽ ടൈം. ടോട്ടൽ എത്രയാണ്? 20 മിനിറ്റാണ് QA ന്യൂമറിക്കൽ എബിലിറ്റിക്കുള്ളത്. ടോട്ടൽ 45 മിനിറ്റ് സമയമുണ്ട്. 80 ക്വസ്റ്റ്യൻ, 45 മിനിറ്റ് സമയം. 25 മിനിറ്റ് ഏതിനാ? റീസണിങ് ചെയ്യാനാ. ഓക്കെ, അതേപോലെ 20 മിനിറ്റ് ഏതിനാ? നമ്മളുടെ QA ചെയ്യാനാ. ആലോചിച്ച് നോക്കിയേ, 25 ക്വസ്റ്റ്യൻസ് ആണോ? അല്ലേ? അല്ല, 40 ക്വസ്റ്റ്യൻസ് 25 മിനിറ്റാണ്. എത്ര സെക്കൻഡ് സമയമുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ? ആലോചിച്ച് നോക്കിയേ. 20, 40 ക്വസ്റ്റ്യൻ എത്ര മിനിറ്റാ? 20 മിനിറ്റ്, 30 സെക്കൻഡ് അല്ലേ? ആലോചിച്ച് നോക്കിക്കോ. നമുക്ക് 40 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എത്ര സമയമാണുള്ളത്? 20 ഇൻറ്റു എത്ര ചെയ്യാം? സെക്കൻഡിലേക്ക് മാറ്റിയാൽ 60/40 ചെയ്താൽ നമുക്ക് 30 സെക്കൻഡ് സമയം, അതായത് അര മിനിറ്റ് സമയമാണ് നമുക്ക് എന്തുള്ളത്? QAയുടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത്. ക്ലിയർ? QAയുടെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് 40 ക്വസ്റ്റ്യൻ 20 മിനിറ്റ്. റീസണിങ്ങിന് കുറച്ച് സമയം കൂടുതൽ കിട്ടും, 25 മിനിറ്റ് ഉണ്ട്. എന്നാലും വളരെ കുറച്ച് സമയം. 1 മിനിറ്റ് ഉണ്ടോ? അപ്പോഴും ഇല്ല, 1 മിനിറ്റ് സമയമില്ല. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ജസ്റ്റ് ഞാൻ ക്ലർക്കിൻ്റെയും കൂടി പറയുകയാണ്. IBPS RRB ഓഫീസ് അസിസ്റ്റൻറ്റ് ക്ലർക്ക്. അവിടെ നമുക്കൊരു പ്രിലിമിനറി എക്സാമും ഒരു മെയിൻസേ ഉള്ളൂ, 2 ടയറേ ഉള്ളൂ, ഇൻ്റർവ്യൂ ഇല്ല. പ്രിലിംസിൻ്റെ പാറ്റേൺ നോക്കാം, ഒരു മാറ്റവും ഇല്ല, ഹിന്ദിയിൽ എഴുതാന്നേ ഉള്ളൂ. മീഡിയം ഓഫ് എക്സാം, റീസണിങ് 40, 25 മിനിറ്റ്, ന്യൂമറിക്കൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻ, 40 മാർക്ക്, 20 മിനിറ്റ്, ടോട്ടല് 45 മിനിറ്റ്, 80 ക്വസ്റ്റ്യൻ. സെയിം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും എന്നല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല ഇവിടെ. അപ്പോൾ നമുക്ക് ടൈം മനസ്സിലാക്കുക. മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. മിനിമം നമ്പറിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അതെങ്ങനെ സാധിക്കും? നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ ഇവിടേക്ക് വരാണെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി, സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ്. അതെന്തായാലും നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മിസ്സിംഗ് ആൻഡ് റോങ് നമ്പർ സീരീസ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, DAയിലെല്ലാം വരും. കേസ്ലെറ്റ്, ഇൻഫർമേഷൻ ആയിട്ടുള്ള DAs, ബാർ ചാർട്ട്, പൈ ചാർട്ട്, അതേപോലെ ടേബിള്, മിക്സ്ഡ് DA എല്ലാം നിങ്ങൾ പഠിക്കണം. ഫുൾ DA. അരിത്തമെറ്റിക് പ്രോബ്ലംസ് എന്താണ്? നമ്മളെ വേർഡ് പ്രോബ്ലംസ് എന്ന് പറയുന്നില്ലേ, നമ്മൾ കോമൺ ആയിട്ട് ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇപ്പോൾ ചിലർ മനസ്സിൽ പറയുന്നുണ്ടാവും, ഈ സാർ എന്താണ് പറയുന്നത്, എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞല്ലോ എന്ന്. പക്ഷേ നമുക്ക് പ്രിലിംസിന് വേണ്ടി നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുമ്പോൾ
മെയിൻസിന് നമുക്ക് വേറെ ഒരു രീതിയിലുള്ള പഠനമാണ് വേണ്ടത്. നമുക്ക് ആദ്യം പ്രിലിംസ് ആണ് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഈ പറഞ്ഞ പ്രിലിമിനറി എക്സാമിന് ചോദിക്കുന്ന പാറ്റേണിൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിലിംസ് എക്സാമിലേക്ക് വരുമ്പോഴേ നമുക്ക് മാക്സിമം മാർക്ക് മേടിക്കാം. അവിടെ നമ്മളുടെ സ്കില്ലാണ്, നമ്മൾ എന്താണ് എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അപ്പോഴാണ് നമ്മൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത. മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കണം, ഡീപ്പായിട്ട് പഠിക്കണം. മെയിൻസിലേക്ക് നമ്മളുടെ അറിവ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻസിൽ ഫോക്കസ് ചെയ്യും. കാരണം നമ്മൾ ജനറൽ അവയർനെസ് പഠിക്കണം, കമ്പ്യൂട്ടർ പഠിക്കേണ്ടി വരും, പിന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് അവിടെ വരും. പ്രിലിംസിൽ എങ്ങനെയാണ്, നമ്മൾ എല്ലാ മക്കളും പഠിക്കുന്ന, എല്ലാ കുട്ടികളും പഠിക്കുന്ന റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസാണ് പ്രിലിംസിൽ ഉണ്ടാവുക. ഒരു ഇത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലേ, അപ്പോൾ വേഗത്തിൽ ചെയ്യണം. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ചെയ്യും, പക്ഷെ ആർക്കാണ് ക്രാക്ക് ചെയ്യാൻ പറ്റുക, മാക്സിമം ക്വസ്റ്റ്യൻസ് മിനിമം നമ്പറിൽ ആരാണോ ചെയ്യുന്നത് അവർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ചെറിയ ഫോക്കസ് ചെയ്യണം. നമ്മൾ കുറച്ച് കൂടുതൽ ടൈം എന്ത് ചെയ്യണം, ഇതിലെവിടെയെങ്കിലും നിങ്ങൾ വീക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ കൊടുക്കുക. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി നമ്മൾ നോക്കി. റീസണിങ്ങിലേക്ക് വരുമ്പോൾ പസിൽസിൽ വരുന്നതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതേപോലെ നമ്മളുടെ കോമൺ ആയിട്ടുള്ള എല്ലാ പസിൽസും വരും. ഡയറക്ഷൻ ടെസ്റ്റ്, മിസ്ലേനിയസ് ഐറ്റംസ് എന്ന് പറയുന്ന പോലെ ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, ഇൻഇക്വാലിറ്റി, സിലോജിസൊക്കെ എന്തായാലും എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടാതെ കോഡിങ്, ഡീകോഡിങ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ചെയ്തതാണ് കേട്ടോ, സിലബസ് മൊത്തമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നമുക്കൊരു മിനിമം മാക്സിമം അല്ലേ, അതായത് നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കട്ട് ഓഫിനെ കുറിച്ച്, മുൻകാല കട്ട് ഓഫുകളെ കുറിച്ച് ഒരു പരിധി വിട്ട് നിങ്ങൾ പേടിക്കണ്ട. കട്ട് ഓഫ് എപ്പോഴാണ്, എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാം, ഈ കൊല്ലത്തെ വേക്കൻസി, ആ എക്സാം എങ്ങനെയായിരുന്നോ, ആ എക്സാം എഴുതിയ കുട്ടികൾ നന്നായിട്ട് എല്ലാവരും, ഞാൻ കാര്യം പറയാം, എക്സാം എഴുതി ഒരു 1000 പിള്ളേരും 90 മാർക്ക് മേടിച്ചെങ്കിൽ കട്ട് ഓഫ് 90 മേലെ വരൂ. പറഞ്ഞു മനസ്സിലായോ? അതല്ലാതെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് തന്നെ ഈ കൊല്ലം വരണമെന്ന് കാര്യമില്ല. ചിലപ്പോൾ കട്ട് ഓഫ് കൂടാം, ചിലപ്പോൾ കട്ട് ഓഫ് കുറയാം, ഡിപ്പെൻസ് ആണ്. അത് ഈ കൊല്ലത്തെ സാഹചര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കട്ട് ഓഫിനെ കുറിച്ചൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നമ്മൾ ചെയ്യാനുള്ള എഫേർട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇടുക. നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആണെങ്കിൽ ബാക്കി ഒന്നിനെയും കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ബാക്കി ഒന്നിനെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമ്മളുടെ പഠനം എങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു, സിലബസ് പഠിക്കണം. ഫസ്റ്റ് എന്തൊക്കെയാണോ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുക എന്ന് നമ്മൾ അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആയാലും, അതായത് ന്യൂമറിക്കൽ എബിലിറ്റി ആയാലും, റീസണിങ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് ഫുൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ. അതിന് ശേഷമാണ് ഞാൻ പറഞ്ഞു 25 മിനിറ്റ് സമയത്തിൽ 40 ക്വസ്റ്റ്യൻ റീസണിങ്ങും 40 ക്വസ്റ്റ്യൻ 20 മിനിറ്റിൽ QAയും ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ വൈസ് ക്യൂസസ് വിത്ത് ടൈമർ. എന്തുകൊണ്ടാണ് ഞാൻ ടൈമർ യൂസ് ചെയ്ത് ചെയ്യണം എന്ന് പറഞ്ഞേ? നിങ്ങളൊരു 50 ക്വസ്റ്റ്യൻ 3 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പറയാം, ആ ക്വസ്റ്റ്യനൊക്കെ എന്ത് സിമ്പിളാണ്, ഞാൻ ഫുള്ള് ചെയ്തു, എനിക്ക് ഫുൾ മാർക്കാ. ബാക്കിലൊരു ചോദ്യചിഹ്നമുണ്ട്, എത്ര മിനിറ്റിലാണ് അത് ചെയ്തത്. ഓക്കെ, നമുക്ക് പറഞ്ഞ ടൈമിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുകൊണ്ട് എന്താണ്, ടു ഇംപ്രൂവ് സ്പീഡ് ആൻഡ് ആക്യുറസി, ഡെയിലി പ്രാക്ടീസ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. എന്തിനാ? ടു ഇംപ്രൂവ് സ്പീഡ് ആൻഡ് ആക്യുറസി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. മല പോലെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എല്ലാം പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പറഞ്ഞ ടൈമിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എക്സാം കഴിഞ്ഞിട്ട് കുട്ടികൾ പറയും, ചോദിക്കുമ്പോൾ, സാറേ എക്സാം എളുപ്പമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സമയം കിട്ടിയില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമായിരുന്നു സാർ, സമയം കിട്ടിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ആരുടെ കുറ്റ? മക്കളെ, നിങ്ങളുടെ മാത്രം കുറ്റമാണ്. എല്ലായ്പ്പോഴും പറയുന്ന കാര്യമാണ്, സമയമില്ല എന്നുള്ളത് എക്സാമിന് ഒരു എക്സ്ക്യൂസ് അല്ല. ഏത് എക്സാമിന്? കോമ്പറ്റീറ്റീവ് എക്സാമിന്. കാരണം അവിടെ മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട്. ആ പറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് മാക്സിമം മാർക്ക് മേടിക്കുന്നവരെ അവർക്ക് എന്തിനു വേണ്ടു? മെയിൻസിലേക്ക് വേണ്ടു.
അതുകൊണ്ട് നമ്മൾ ആ മിടുക്കനും മിടുക്കിയും ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എല്ലായ്പ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. ഡെയിലി ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ചെയ്ത് പഠിക്കാം. അതായത് 80 ക്വസ്റ്റ്യൻസ് ഉള്ളത് ടൈം വെച്ചിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ടൈം വെച്ച് തന്നെ ചെയ്ത് പഠിക്കുക. അപ്പം നിങ്ങൾക്കറിയാം 80-ൽ എത്ര മാർക്ക് എനിക്ക് കിട്ടി. ഓരോ വട്ടവും ചെയ്ത മോക്ക് ടെസ്റ്റുകളും ക്വിസുകളും എന്ത് ചെയ്യണം? അനാലിസിസ് ചെയ്യണം. എവിടെയാണ് വീണ് പോയത്, എവിടെയാണ് എനിക്ക് മാർക്ക് പോയത്, ഏത് സെക്ഷനാണ് എനിക്ക് എല്ലായ്പ്പോഴും ഞാൻ വീക്കായിട്ടിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. അതിന് കൂടുതൽ സമയം കൊടുത്ത് ചെയ്ത് തന്നെ പഠിക്കണം. അതല്ലാതെ വെറുതെ ബുക്ക് നോക്കി കാണാപാഠം പഠിച്ചിട്ട് ഇവിടെ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. എവിടെ? കോമ്പറ്റീറ്റീവ് എക്സാംസ്, ബാങ്ക് എക്സാംസിന്. GK ഒക്കെ നമുക്ക് കാണാപാഠം പഠിക്കാം. ഇതെന്താ? നിങ്ങളുടെ മനസ്സെത്തുന്നിടത്ത് നമ്മളുടെ കൈ എത്തണം, ചെയ്തെത്തണം. ഷോർട്ട് ട്രിക്കുകളും കാര്യങ്ങളും വേണം. അതേപോലെ എന്താണ്? ഈസി കാൽക്കുലേഷൻ ട്രിക്സ്, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതി. ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ മനസ്സിൽ വരണം. അതെല്ലാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മുൻവർഷ ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കണം. എങ്ങനെയാണ് മുൻകാലങ്ങളിൽ എക്സാംസ് നടന്നത്. അതേപോലെ അപ്ഡേറ്റഡ് ആണ്. ബാങ്ക് എക്സാംസ് മറ്റെല്ലാ എക്സാമിൽ നിന്നും ഡിഫറെൻ്റ് ആവുന്ന എന്താ? അവരെപ്പോഴും അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെക്കാൾ ഒരു പടി മുന്നിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ചോദ്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, എന്നിരുന്നാൽ കൂടി നമുക്ക് എന്നാണ് എക്സാം ഉണ്ടാവാമെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടല്ലോ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ അത് വെച്ചിട്ട് പഠിക്കണം. ക്ലിയർ ആയിട്ട് സമയമെടുത്ത് പഠിക്കുക. പഠനം നിങ്ങൾ മുന്നോട്ട് പോയാലുള്ള ബെനിഫിറ്റ് എന്താ? IBPS ക്ലർക്ക് ഉണ്ട് ബാക്കിൽ. അതായത് IBPS, RRB, PO, ഓഫീസ് അസിസ്റ്റൻറ്റിന് ശേഷം IBPS ക്ലർക്ക്, IBPS PO, മറ്റുള്ള പല എക്സാംസുകളും ഓൾറെഡി അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അതിന് ബാക്ക് ടു ബാക്ക് ഇനിയിപ്പോൾ SBA കഴിഞ്ഞിട്ടുണ്ട്, അടുത്ത വട്ടം വീണ്ടും SBA ക്ലർക്ക്, SBA PO ഒക്കെ വിളിക്കും. അങ്ങനെ ഒരുപാട് എക്സാംസ് നമുക്ക് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. ഒറ്റ പഠനം മതി നമുക്ക് എന്ത് ചെയ്യാൻ? ഇതെല്ലാ എക്സാംസും എഴുതാനായിട്ട്. പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. അതിനൊക്കെ ആയിട്ട് നമ്മളുടെ ബാച്ചുകളെല്ലാം റെഡിയാണ്. നിങ്ങളെ വെൽക്കം ചെയ്യുന്നുണ്ട് ബാച്ചുകളിലേക്കും. എന്താണ് 2025 നമ്മളുടെ ഗോൾഡ് ബാച്ച്, നമ്മളുടെ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? 4 ലെവലായിട്ടാണ്. ഒന്നും അറിയാത്ത കുട്ടി വന്നു, സിലബസ് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞു വീക്ക്നെസ്സും ഇമ്പ്രൂവ്മെൻറ്റ്, സ്പീഡ് ആൻഡ് ആക്യുറസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഡെവലപ്പ് ചെയ്യാനുള്ള കോച്ചിങ് ഇവിടെ ഉണ്ട് ലെവൽ 2-ൽ. അതിനുശേഷം ഞാൻ പറഞ്ഞു മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ വേറെ രീതിയാണ്, അഡ്വാൻസ്ഡ് ലെവൽ പ്രിപ്പറേഷൻ. ഇൻ്റർവ്യൂ കോച്ചിങ് അതാണ് ലെവൽ 4-ൽ വരുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ കോച്ചിങ്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫുൾ ടൈം മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ, സ്പെഷ്യൽ അറ്റൻഷൻ ടു ലെവൽ 2 ആൻഡ് ലെവൽ 3. ആദ്യത്തെ നിങ്ങളുടെ വീക്ക്നെസ് കണ്ടുപിടിച്ച് ഇമ്പ്രൂവ് ചെയ്യുക, സ്പീഡ് ആൻഡ് ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക, മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ, അതിന് സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ട്. നിങ്ങൾ അനാലിസിസ് ചെയ്യാനായിട്ട് AI പ്രോഗ്രസ് ട്രാക്കർ യൂസ് ചെയ്തിട്ടാണ് അനാലിസിസ് ചെയ്യുക. എക്സാക്റ്റ് ആയിരിക്കും, എവിടെയാണോ വീണ് പോകുന്നത് ആ ഭാഗം കണ്ടുപിടിച്ച് ഇമ്പ്രൂവ് ചെയ്ത് തരും. ഓക്കെ, ആ രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ്. എപ്പോൾ വേണമെങ്കിലും വിളിച്ചോ. അപ്കമിങ് എക്സാംസിനെ കുറിച്ചായിക്കോട്ടെ, നോട്ടിഫിക്കേഷനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമ്മളുടെ കൗൺസിലിംഗ് ടീമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സംസാരിക്കാം. നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക്. ഈ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ചെയ്ത് തന്നെ പഠിക്കണം. ഒരു ബുക്കും പേപ്പനും എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഷോർട്ട് നോട്ടുകളായിട്ട് നിങ്ങൾ തന്നെ എഴുതി വയ്ക്കുക. നമ്മളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ മലയാളത്തിൽ എഴുതി വെച്ചാൽ മതി, അത് വലിയ കഥയൊന്നും വേണ്ട, ചുമ്മാ എഴുതി വയ്ക്കുക. കാരണം നാളെ നിങ്ങൾ എക്സാമിന് പോകുന്ന തലേ ദിവസം അല്ലെങ്കിൽ 2, 3, 4, 5 ദിവസം മുന്നേ അത് എടുത്ത് വായിക്കും, അത് ഇങ്ങനെയാണ് വന്നത്. കാരണം നമ്മൾ ബാങ്ക് എക്സാംസിന് കൂടുതലും QA ആയാലും എല്ലാം നമ്മൾ ചുമ്മാ ചെയ്ത് വെക്കുകയുള്ളൂ. ഷോർട്ട് ട്രിക്കാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് എഴുതാനുള്ള സമയമില്ല, നമ്മളത് എഴുതുമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ആ രീതിയിൽ ചെയ്ത് പോവുക. എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ടൊക്കെ ചെയ്ത് വെച്ച് സെൽഫ് നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുക ആ നോട്ടുകളിൽ കൂടിയാണ്. അപ്പോൾ അത് റിവൈസ് ചെയ്യുക. അങ്ങനെ ഇരുന്ന് എല്ലാവരും പഠിക്കുക. അപ്പോൾ 2025 നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലിയിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.